പാലക്കാടൻ കരിമ്പന കാടുകളുടെയും നെല്ലിയാമ്പതി മലനിരകളുടെയും താഴ്വരയിൽ പ്രകൃതിയും ദൈവവും ഒന്നായിത്തീരുന്ന ഒരിടമുണ്ട്. വായുവിൽ തൂങ്ങിക്കിടക്കുന്ന ആൽവേരുകളും മരപ്പെയ്ത്തിൽ നനഞ്ഞു നിൽക്കുന്ന ശിലാരൂപങ്ങളും ചേർന്നൊരുക്കുന്ന ആത്മീയ വിസ്മയം. അതാണ് കൊല്ലങ്കോട് ചിങ്ങഞ്ചിറ പ്രകൃതിക്ഷേത്രം. പാലക്കാട് ജില്ലയിലെ കൊല്ലങ്കോട് നിന്ന് പൊള്ളാച്ചി പാതയിലൂടെ അല്പദൂരം സഞ്ചരിച്ചാൽ നെല്ലിയാമ്പതി മലനിരകളുടെ പശ്ചാത്തലത്തിൽ പടർന്നു പന്തലിച്ച ഒരു വടവൃക്ഷം കാണാം. അവിടെ കാറ്റ് സംസാരിക്കുന്നത് ആൽമരത്തിൻ്റെ ഇലകളിലൂടെയാണ്. ക്ഷേത്രമതിലുകളോ ചുറ്റമ്പലമോ ഗോപുരങ്ങളോ ഇല്ലാത്ത ഒരിടം. ആകാശത്തിലേക്ക് പടരുന്ന ആൽമരത്തിൻ്റെ വേരുകൾക്കിടയിൽ കരിങ്കൽ ശിലകളായി ദൈവം കുടികൊള്ളുന്നു. ഇവിടെ പ്രകൃതി തന്നെയാണ് വാസ്തുവിദ്യ. മണ്ണും വിണ്ണും ചേരുന്ന ഈ ഹരിതഗേഹത്തിലേക്ക് ഓരോ ഭക്തനും പ്രവേശിക്കുന്നത് ഒരു ക്ഷേത്രത്തിലേക്കായല്ല, മറിച്ച് പ്രകൃതിയുടെ തന്നെ ഗർഭഗൃഹത്തിലേക്കാണ്. ചിങ്ങഞ്ചിറയുടെ ചരിത്രം തേടിയുള്ള യാത്ര നമ്മെ എത്തിക്കുന്നത് നെല്ലിയാമ്പതിയുടെ ഉയർന്ന കുന്നുകളിലേക്കാണ്. ഐതിഹ്യങ്ങളനുസരിച്ച് മലമുകളിൽ വസിച്ചിരുന്ന കറുപ്പുസ്വാമി തൻ്റെ ഭക്തർക്കായി താഴ്വരയിലേക്ക് ഇറങ്ങി വരികയായിരുന്നു. തദ്ദേശീയരുടെ വിശ്വാസമനുസരിച്ച് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആൽമരങ്ങൾക്ക് 2000-ലേറെ വർഷം പഴക്കമുണ്ട്. ആദിമ ഗോത്രവർഗ സംസ്കാരത്തിന്റെ ഭാഗമായ കാവാരാധനയുടെ പരിഷ്കരിക്കപ്പെടാത്ത പതിപ്പാണ് ചിങ്ങഞ്ചിറ. ശിവനും പാർവതിയും അയ്യപ്പൻ ഈ പുലിപ്പാൽ അന്വേഷിച്ച് പോകുന്നത് കണ്ടിട്ട് സിംഹവും സിംഹിയുമായിട്ട് വന്നു എന്നാണ്. അപ്പോൾ അയ്യപ്പൻ തിരിച്ചറിഞ്ഞത് അച്ഛനായ മഹാദേവനാണ്. തിരിച്ചറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് കയറാൻ ശ്രമിച്ചു. അപ്പോഴാണ് ബഹുമാനം കൊണ്ട് ഇന്ദ്രൻ വന്നിട്ട് കടുവയായിട്ട് പുലിയായിട്ട് വന്നെന്നും അയ്യപ്പൻ അതിൽ കയറി സഞ്ചരിച്ചു എന്നാണ് ഐതിഹ്യം. ഈ ശിവനും പാർവതിയും ഇങ്ങനെ കേരളത്തിൽ പലയിടത്തും അലഞ്ഞ് നടന്നു. സത്യത്തിൽ കേരളത്തിൽ സിംഹം ഇല്ലാത്ത ജന്തുവാണ്, പക്ഷേ ഐതിഹ്യമാണല്ലോ, പണ്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദേവിക്ക് വിശന്നപ്പോൾ ദാഹിച്ചപ്പോൾ ശിവൻ തൻ്റെ കൈ കൊണ്ട് ഒരു ചാലുണ്ടാക്കിയത്രേ. അത് വലിയൊരു കുളമായിട്ട് മാറി. അങ്ങനെ ദേവി ദാഹമടക്കി. അങ്ങനെ സിംഹം ഉണ്ടാക്കിയ ചിറ, അത് സിംഹം ചിറ, അത് പറഞ്ഞു അത് ചിങ്ങഞ്ചിറയായിപ്പോയി എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം. പണ്ടുകാലത്ത് വേട്ടയാടാൻ പോകുന്നവർ തങ്ങളുടെ രക്ഷയ്ക്കായി കാട്ടാള രൂപത്തിലുള്ള ശിവപാർവതിമാരെ വണങ്ങിയിരുന്ന ഇടമാണിത്. ഇന്നും ആ ആദിമ വിശുദ്ധി ഒട്ടും ചോരാതെ ഈ മണ്ണ് കാത്തു സൂക്ഷിക്കുന്നു. ചിങ്ങഞ്ചിറയിലെ വാസ്തുവിദ്യ എന്നത് മനുഷ്യനിർമ്മിതമായ ഒന്നല്ല, മറിച്ച് പ്രകൃതിയുടെ തന്നെ ജൈവികമായ ശില്പചാതുരിയാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ നാം കണ്ടുവരുന്ന ദ്രാവിഡ വാസ്തുവിദ്യയിലെ കരിങ്കൽ തൂണുകൾക്കോ നഗരശൈലിയിലെ അലങ്കാര ഗോപുരങ്ങൾക്കോ ഇവിടെ സ്ഥാനമില്ല. ഇതിനെ ജൈവ വാസ്തുവിദ്യ അല്ലെങ്കിൽ ഓർഗാനിക് ആർക്കിടെക്ചർ എന്ന് വിളിക്കുന്നതാവും ഏറ്റവും ഉചിതം. ആകാശത്തേക്ക് വിടർന്നു നിൽക്കുന്ന കൂറ്റൻ ആൽമരത്തിന്റെ വായുവിൽ തൂങ്ങിക്കിടക്കുന്ന ഓരോ വേരുകളും ഭീമാകാരമായ തൂണുകളായി നിലകൊള്ളുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ വേരുകൾ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങി പുതിയ തായ്തടികളായി മാറുമ്പോൾ ക്ഷേത്രം തന്നെ സ്വയം നവീകരിക്കപ്പെടുകയും വികസിക്കുകയും ചെയ്യുന്ന ജീവനുള്ള ഒരു പ്രതിഭാസമായി മാറുന്നു. മനുഷ്യൻ കൊത്തിയുണ്ടാക്കിയ ശില്പങ്ങളെക്കാൾ മനോഹരമായി പ്രകൃതി തന്നെ തീർത്ത കൊത്തുപണികൾ പോലെയാണ് ഈ വേരുകൾ വിഗ്രഹങ്ങൾക്ക് ചുറ്റിലും പിണഞ്ഞു നിൽക്കുന്നത്. പരമ്പരാഗതമായ വാസ്തുശാസ്ത്ര നിയമങ്ങൾക്കോ കൃത്യമായ ശാസ്ത്രീയ അളവുകൾക്കോ ദിശകൾക്കോ ഇവിടെ പ്രസക്തിയില്ല എന്നത് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്. മരത്തിനു ചുവട്ടിൽ സ്വാഭാവികമായി രൂപപ്പെട്ട തറയിലാണ് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മതിൽക്കെട്ടുകളോ ഗർഭഗൃഹത്തിന്റെ ഇടുങ്ങിയ പരിമിതികളോ ഇല്ലാത്തതിനാൽ ഓരോ ഭക്തനും വിഗ്രഹങ്ങളെ നേരിട്ട് സ്പർശിച്ച് തൊഴാനുള്ള അപൂർവമായ സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യനും ദൈവവും പ്രകൃതിയും തമ്മിലുള്ള അകലം കുറയ്ക്കുന്ന ഇത്തരം നിർമ്മിതികൾ കേരളത്തിലെ തന്നെ അപൂർവമായ കാഴ്ചയാണ്. വായുവിൽ തൂങ്ങിക്കിടക്കുന്ന വേരുകൾക്കിടയിലൂടെ അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശവും കരിമ്പനക്കാടുകളിൽ നിന്നുള്ള കാറ്റും ചേരുമ്പോൾ ഈ ജൈവ വാസ്തുവിദ്യ പൂർണ്ണതയിലെത്തുന്നു. ഇതിനെ പ്രകൃതി ക്ഷേത്രം എന്ന് വിളിക്കാൻ കാരണം ഇവിടെ ശിവനാണ് ദേവത, കറുപ്പസ്വാമി. ദേവിയാണ് ഈ പ്രകൃതി കാണുന്നത്. അതായത് പ്രകൃതി എന്ന് പറഞ്ഞാൽ ദേവിയാണ്, അമ്മയാണ്, നമ്മളെ സംരക്ഷിക്കേണ്ട അമ്മയാണ്. നമ്മളെ അമ്മയെ എങ്ങനെ ബഹുമാനിക്കുന്നു, അമ്മയെ എങ്ങനെ സ്നേഹിക്കുന്നു, അതുപോലെ പ്രകൃതിയും സ്നേഹിക്കണം എന്നുള്ളൊരു ആത്മീയത അടിസ്ഥാനമാക്കിയാണ് പ്രകൃതി ക്ഷേത്രം. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നത് മലയാളികളുണ്ട്, തമിഴ് വംശജരാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. വളരെ ദൂരങ്ങൾ. ഇവിടെ ആരാധിക്കപ്പെടുന്നത് കാട്ടാള രൂപത്തിലുള്ള ശിവനും പാർവതിയുമാണ്. അവരെ കറുപ്പുസ്വാമി എന്നും വേലമ്മ എന്നും ഭക്തർ വിളിക്കുന്നു.
കറുത്ത ശിലയിൽ കൊത്തിയെടുത്ത ഈ രൂപങ്ങൾ ശൗര്യത്തിൻ്റെയും ഒപ്പം കാരുണ്യത്തിൻ്റെയും പ്രതീകങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ തെക്കുഭാഗത്ത് 7 കന്യകമാരുടെ, അതായത് സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയുണ്ട്. അവരോടൊപ്പം സർപ്പദൈവങ്ങളും കാവലായി നിൽക്കുന്നു. ഓരോ ശിലയും കാലത്തിൻ്റെ ഒഴുക്കിൽ പായൽ പിടിച്ചും വെയിൽ കാഞ്ഞും പ്രകൃതിയുടെ സൈക്കിളിൻ്റെ ഭാഗമാണ്. ശിലകൾക്ക് മേൽ വീണ് കിടക്കുന്ന ഉണങ്ങിയ ഇലകൾ ഇവിടെ പവിത്രമായ ആഭരണങ്ങളാണ്. ചിങ്ങഞ്ചിറയിൽ ഗർഭഗൃഹം എന്നത് ആകാശത്തിന് കീഴിലെ തുറസായ ഇടമാണ്. പ്രധാന പ്രതിഷ്ഠയായ കറുപ്പുസ്വാമി തെക്കോട്ട് അഭിമുഖമായാണ് ഇരിക്കുന്നത്. കുന്നുകളിൽ നിന്ന് ഇറങ്ങി വന്ന സ്വാമി തൻ്റെ തട്ടകമായി ഈ ചിറയുടെ തീരം തെരഞ്ഞെടുത്തു എന്നാണ് വിശ്വാസം. സമീപത്തായി സ്വയംഭൂ എന്ന് വിശ്വസിക്കപ്പെടുന്ന മറ്റൊരു ശിലാഭാഗം കാണാം. ഇതിനു സമീപം നിൽക്കുന്ന പേരടി മുത്തപ്പൻ എന്ന നിഗൂഢ വിഗ്രഹം മറ്റൊരു പ്രധാന ആരാധനാമൂർത്തിയാണ്. ഈ മൂർത്തികൾക്കെല്ലാം നൽകുന്ന നിവേദ്യങ്ങളിലും ഒരു തനതായ നാടൻ രീതിയുണ്ട്. മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് ചിങ്ങഞ്ചിറയെ വേറിട്ട് നിർത്തുന്നത് ഇവിടുത്തെ അസാധാരണമായ നേർച്ചകളാണ്. ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലെ ആചാരങ്ങൾ മനുഷ്യജീവിതത്തിലെ തീക്ഷ്ണമായ ആഗ്രഹങ്ങളും പ്രകൃതിയും തമ്മിലുള്ള ഹൃദ്യമായ വിനിമയങ്ങളാണ്. ഇവിടെ എത്തുന്ന ഓരോ ഭക്തനും തൻ്റെ ജീവിതത്തിലെ സങ്കടങ്ങളും സ്വപ്നങ്ങളും ആൽമരത്തിൻ്റെ വേരുകളിൽ സമർപ്പിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ വടവൃക്ഷത്തിൻ്റെ വേരുകളിൽ തൂങ്ങിക്കിടക്കുന്ന 100 കണക്കിന് ചെറിയ മരത്തൊട്ടിലുകൾ സന്താന സൗഭാഗ്യത്തിനായി കാത്തിരിക്കുന്ന ദമ്പതികളുടെ തീവ്രമായ പ്രത്യാശയുടെ അടയാളമാണ്. അതുപോലെ തന്നെ സ്വന്തമായൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനും വീടുപണി തടസ്സമില്ലാതെ പൂർത്തിയാക്കാനും വീടുകളുടെ ചെറിയ മാതൃകകൾ മരത്തിൽ കെട്ടി പ്രാർത്ഥിക്കുന്ന ഭവന സമർപ്പണം എന്ന നേർച്ചയും ഇവിടെ നിലനിൽക്കുന്നു. ആൽമരത്തിൻ്റെ ചുവട്ടിരുന്ന് കണ്ണടച്ച് കറുപ്പസ്വാമി എൻ്റെ ഈ പ്രശ്നം തീർത്തു തരുമെന്ന് പ്രാർത്ഥിച്ചാൽ അതിന് തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഉത്തരമുണ്ടാവുമെന്നാണ് അത് അങ്ങനെ തന്നെയാണ് അനുഭവവും വിശ്വാസം. കുട്ടികളില്ലാത്തവരെ ഇവിടെ വന്ന് ഒരു വീടിൻ്റെ മാതൃക ഇവിടെ കിട്ടും, അത് വാങ്ങി വച്ചിട്ട് പ്രാർത്ഥിക്കും. പിന്നെ വീടുകളില്ലാത്തവർ വീടിൻ്റെ മാതൃക ഉണ്ടാക്കി അവിടെ വെച്ച് അത് ഇവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്, അത് വയ്ക്കും. അതിനകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാം, പള്ളികൾ വരെ ഉണ്ട് അതിനകത്ത്. അതായത് ചിലർ പള്ളികളൊക്കെ വെക്കാൻ ഈ പെന്തിക്കോസുകാർ അങ്ങനെയുള്ളൊരു സ്വന്തമായിട്ട് പള്ളി ഉണ്ടാക്കുന്നതാണ്. അവർ പള്ളി ഉണ്ടാക്കി കുരിശും വെച്ച് പിന്നെ കുട്ടികൾക്ക് വേണ്ടി തൊട്ടിലിൻ്റെ മാതൃക. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പൂജ വരുന്നത്. പിന്നെ വിളക്കും തട്ടവും എന്നുള്ളതാണ് എല്ലാവരും ചെയ്യുന്നത്. വിളക്ക്, തട്ടം, നാളികേരം ഇതെല്ലാം കൂടെ ചേർത്തൊരു കോമ്പൗണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ പാദങ്ങൾ വെച്ചിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രാർത്ഥന. തൊഴിൽ തടസ്സങ്ങൾ മാറുന്നതിനായി ഭക്തർ മരത്തിന്റെ വേരുകളിൽ മണികൾ കെട്ടുന്ന മണികെട്ടൽ ചടങ്ങും ഇവിടുത്തെ സവിശേഷതയാണ്. ചിങ്ങഞ്ചിറയെ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന മറ്റൊരു പ്രധാന ഘടകം ഭക്തർക്ക് പൂജകളിൽ ലഭിക്കുന്ന നേരിട്ടുള്ള പങ്കാളിത്തമാണ്. പ്രത്യേക പൂജാരിമാരുടെ കാർമ്മികത്വം ഇല്ലാതെ ഭക്തർക്ക് തന്നെ സ്വയം പൂജകൾ നടത്താനും സ്വന്തം പ്രാപ്തിക്കനുസരിച്ച് ആടിനെയോ കോഴിയെയോ ബലിയർപ്പിക്കാനും ഇവിടെ അനുവാദമുണ്ട്. ഇത്തരത്തിൽ ബലി നൽകിയ ശേഷം ക്ഷേത്ര പരിസരത്ത് തന്നെ അടുപ്പുകൂട്ടി തയ്യാറാക്കുന്ന ഭക്ഷണവും നിവേദ്യവും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടുമൊപ്പം പങ്കിട്ട് കഴിക്കുന്നതോടെ വഴിപാട് പൂർണ്ണമാവുന്നു. ജാതിമത ഭേദമില്ലാതെ മനുഷ്യർ ഒത്തുകൂടുന്ന ഈ ചടങ്ങുകൾ ആത്മീയതയ്ക്കൊപ്പം സാഹോദര്യത്തിൻ്റെ വലിയൊരു സാമൂഹിക കൂട്ടായ്മയുടെ പ്രതീകമായി കൂടി ചിങ്ങഞ്ചിറയെ മാറ്റുന്നു. അടുത്ത ഫെബ്രുവരി 15-ന് മഹാസരസ്വതി യാഗവും ലളിതാ സഹസ്രനാമ യജ്ഞവും രണ്ടും ഒരുമിച്ച് ചേർന്ന് വരുന്നുണ്ട്. ആയിരക്കണക്കിന് ആളുകൾ ഇരുന്ന് പൂജിക്കുന്ന ഒരു സമ്പ്രദായം. അത് വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. അന്ന് ആയിരക്കണക്കിന് കുട്ടികളിലൂടെ വരും, എല്ലാ സ്കൂളുകളിൽ നിന്ന് വരും. എല്ലാവരും മഹാസരസ്വതി ഈ ഹോമകുണ്ടങ്ങളുണ്ടാക്കിയിട്ട് അത് പൂജിക്കും. അത് പറഞ്ഞു കൊടുക്കും, എൻ്റെ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു അതനുസരിച്ചിട്ടാണ്. ഞങ്ങളുടെ ഏകലവ്യ ആശ്രമം തൊട്ട് തന്നെയുണ്ട്. ആശ്രമത്തിൻ്റെ പ്രവർത്തകരൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നാട്ടുകാരും പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരും വളരെ സജീവമായിട്ട് രംഗത്തുണ്ട്. ഞങ്ങളുടെ ഈ പ്രകൃതി ക്ഷേത്രത്തിൻ്റെ ഇനിയൊരു ഇതാവുന്ന ഈ നമ്മുടെ കർക്കിടക വാവിനുള്ള അത് വളരെയധികം എന്താണ് നമ്മുടെ കർക്കിടക വാവിനുള്ള ബലി പരേതാത്മാക്കൾക്ക് വേണ്ടി നമ്മൾ ഇടുന്ന ബലി അതും വളരെ വിശ്വാസമാണ്. ചിങ്ങഞ്ചിറ ഒരു ആരാധനാലയം മാത്രമല്ല, മറിച്ച് കൊല്ലങ്കോട് മേഖലയിലെ ജനങ്ങളുടെ സാമൂഹിക ജീവിതത്തിൻ്റെ കേന്ദ്രം കൂടിയാണ്. തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ കേരളീയ തമിഴ് സംസ്കാരങ്ങളുടെ ഒരു സങ്കലനം ഇവിടെ കാണാം. ഗർഭിണികൾക്ക് വേണ്ടിയുള്ള വളകാപ്പ് ചടങ്ങിനായി തമിഴ്നാട്ടിൽ നിന്ന് പോലും നിരവധി വിശ്വാസികൾ ഇവിടെ എത്തുന്നു. ഇത് പ്രാദേശികമായ വിനോദസഞ്ചാരത്തിനും കച്ചവടത്തിനും വലിയ ഊർജം നൽകുന്നു. ക്ഷേത്രത്തിന് പിന്നിലായി ശാന്തമായി കിടക്കുന്ന ഒരു ചിറയുണ്ട്. കത്തുന്ന വെയിലിലും ആൽമരങ്ങൾ തീർക്കുന്ന കുടക്കീഴിൽ ഇവിടെ വല്ലാത്തൊരു തണുപ്പ് അനുഭവപ്പെടും. ഇവിടുത്തെ ആൽമരങ്ങളുടെ വേരുകൾക്കിടയിലൂടെ കാറ്റ് കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദം
ഒരു പുരാതനമായ മന്ത്രോച്ചാരണം പോലെ തോന്നിക്കുമെന്ന് പലരും സാക്ഷ്യപ്പെടുത്തുന്നു. ആധുനികമായി യാതൊരു ശബ്ദ സംവിധാനവും ഇല്ലാതെ തന്നെ പ്രകൃതി ഇവിടെ സ്വയം ഒരു നിഗൂഢമായ സംഗീതം ഒരുക്കുന്നു. പ്രകൃതി ഒരുക്കിയ ഈ ദൃശ്യഭംഗി സിനിമാ പ്രവർത്തകർക്ക് എക്കാലത്തും പ്രിയപ്പെട്ടതാണ്. സുരേഷ് ഗോപിയുടെ കരിയറിലെ മികച്ച ചിത്രമായ കളിയാട്ടം, വിനീത് ശ്രീനിവാസന്റെ കുഞ്ഞിരാമായണം എന്നിവയുടെ പ്രധാന ഭാഗങ്ങൾ ഇവിടെയാണ് ചിത്രീകരിച്ചത്. മരത്തിന്റെ വേരുകൾക്കിടയിലുള്ള വെളിച്ചത്തിന്റെ കളികൾ ഛായാഗ്രാഹകർക്ക് ഒരു വിരുന്നാണ്. തമിഴ് സിനിമ, മലയാള സിനിമ, തെലുങ്ക് സിനിമ, ഇവിടെ വരാത്ത ഒരു നടനുമില്ല. ഇപ്പോൾ കളിയാട്ടം ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത് സുരേഷ് ഗോപിയുടെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്തത് ഇറങ്ങിയിട്ടില്ല, പെരുങ്കളിയാട്ടം എന്ന് പറയുന്നത്. അതൊക്കെ എത്രയോ ഇതാണ്. പിന്നെ ഒടിയൻ, പിന്നെ ദിലീപിൻ്റെ ചിത്രങ്ങൾ, മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ, പിന്നെ തെലുങ്ക്, തമിഴ്, അങ്ങനെ അവരുടെ ഏറ്റവും ലക്കായിട്ടുള്ളൊരു, പാലക്കാട് പൊതുവെ ലക്കായിട്ട് പറയും, ലക്കായിട്ടുള്ള ലൊക്കേഷനാണ്. കൂടെ ഇവിടെ വരും, നടന്മാരും വരും, അവരും ഈ പൂജകളിലൊക്കെ പങ്കെടുക്കും. അങ്ങനെ സരസ്വതി മഹായത്തിന് എല്ലാത്തിലും നടിമാരും ഒക്കെ വന്ന് ഞങ്ങളുടെ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ഒരു ഇതാണ്. അതാണ് എനിക്ക് ഒടിയൻ്റെ ചായക്കട എന്ന് എഴുതി വെച്ചിരുന്നതുകൊണ്ടാണ്, ആ ഒടിയൻ എന്നുള്ള പടം ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ എഴുതി വെച്ചത്. ഇന്ന് ഇതൊരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. എങ്കിലും പ്രകൃതിയുടെ തനിമ നഷ്ടപ്പെടാതെ ഏകലവ്യ ആശ്രമ ട്രസ്റ്റ് ഇവിടം സംരക്ഷിക്കുന്നു. ഈ ഏരിയ എന്ന് പറയുന്നത് ഒരുപാട് ആൽമരങ്ങളുള്ളൊരു സ്ഥലമായിരുന്നു. എന്നാൽ എണ്ണിത്തീരാത്ത ആൽമരങ്ങളുള്ളൊരു സ്ഥലമായിരുന്നു കൊല്ലംകോട്, പ്രത്യേകിച്ച് ഈ സ്ഥലം. അപ്പോൾ ഒരുപാട് സിദ്ധന്മാർ വന്ന് തപസ് ചെയ്തു എന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലമാണിത്. എഴുത്തച്ഛൻ പോലും വന്നിരുന്നു എന്നാണ് പറയുന്നത് ഇവിടെ. പക്ഷേ പിന്നീട് ഇവിടെ ഏഷ്യയിലെ ഏറ്റവും വലിയ ഈ മാംഗോ ഹബ്ബായിട്ട് മാറി കൊല്ലംകോട്, മുതലമട, അതൊക്കെ. അപ്പോൾ കർഷകരെല്ലാം അവർക്ക് നെല്ലും നാളികേരമൊക്കെയാണ് മുഖ്യ കൃഷി. അതൊക്കെ മാറിയിട്ട് ഒരുപാട് പേര് ഇതിലോട്ട് മാറി. മാവ് കൂട്ടം, ലോക്കൽ ഭാഷയിൽ തന്നെ മൂച്ചുകൂട്ടം എന്ന് പറയും. അങ്ങനെ ആയപ്പോൾ ഈ ആൽമരങ്ങളുടെ എണ്ണം കുറഞ്ഞു. പലതും മുറിച്ച് കളഞ്ഞു. ഞങ്ങൾ ഈ സ്ഥലം വാങ്ങാൻ ഞങ്ങളെ പ്രേരിപ്പിച്ചത് ഈ സ്ഥലത്തിൻ്റെ സൗന്ദര്യം മാത്രമല്ല, ഈ ആൽമരങ്ങളിൽ നിന്ന് വരുന്ന ശുദ്ധമായ വായു ശ്വസിക്കുമ്പോൾ തന്നെ നമുക്ക് റിലാക്സേഷൻ. അപ്പോൾ ഞങ്ങൾ ഒരു യോഗ പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. ദ്രാവിഡ യോഗ എന്ന് പറയുന്ന ലോകത്തെ ഏറ്റവും ഏൻഷ്യൻ്റ് ആയിട്ടുള്ള യോഗ സിസ്റ്റമാണ് ഞങ്ങൾ പ്രൊപ്പൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ഥലം വാങ്ങണമെന്ന് ഞങ്ങൾക്ക് തോന്നി. അല്ലെങ്കിൽ ഈ ആൽമരം കൂടെ അങ്ങ് പോയേ. അപ്പോൾ ഈ കുളം പിന്നങ്ങ് ഒരു മൈതാനം പോലെ കിടക്കായിരുന്നു. കുട്ടികളൊക്കെ ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്. ആൽമരങ്ങളുടെ സംരക്ഷണമാണ് ഞങ്ങൾ ചെയ്തത്. അപ്പോൾ ആൽമരത്തിൻ്റെ ചുവട്ടിൽ ഒരു ചെറിയ പ്രതിമ ഇരുന്നതാണ് കറുപ്പസ്വാമി എന്നായിട്ട് സങ്കല്പം. അന്ന് പൂജകളൊന്നുമില്ല. പിന്നീട് അതെല്ലാം കെട്ടിയെടുത്ത് ഒരു ഗ്രാമീണ ക്ഷേത്രം, അപ്പോൾ സാധാരണ ഒരു ക്ഷേത്രത്തിൽ കാണുന്ന രീതികളല്ല ഇവിടെ ഉള്ളത്. ചിങ്ങഞ്ചിറ നമുക്ക് നൽകുന്ന പാഠം ലളിതമാണ്. ഈശ്വരൻ പ്രകൃതിയിൽ നിന്ന് ഭിന്നനല്ല. കോൺക്രീറ്റ് മന്ദിരങ്ങൾക്കും സ്വർണ്ണ കൊടിമരങ്ങൾക്കും അപ്പുറം മണ്ണിലും മരത്തിലും ദൈവത്തെ കാണാൻ പഠിപ്പിക്കുന്ന ഒരിടം. കാലത്തിൻ്റെ പ്രവാഹത്തിൽ പലതും മാറുമ്പോഴും ആൽമരത്തിൻ്റെ വേരുകൾ ഭൂമിയെ മുറുകെ പിടിക്കുന്നത് പോലെ നമ്മുടെ സംസ്കാരത്തെയും വിശ്വാസത്തെയും ചിങ്ങഞ്ചിറ സംരക്ഷിച്ചു നിർത്തുന്നു. പാലക്കാടൻ കാറ്റിൽ ആലിൻ്റെ ഇലകൾ മന്ത്രിക്കുന്നത് ഒരൊറ്റ സത്യമാണ്: നമ്മൾ പ്രകൃതിയിൽ നിന്നാണ് വരുന്നത്, നമ്മൾ മടങ്ങുന്നതും പ്രകൃതിയിലേക്കാണ്.